ഗൈസ് നമ്മൾ പലതരത്തിലുള്ള ഐറ്റംസുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണാൻ പോകുന്ന വെറൈറ്റി ഒരു സാധനമാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടായിട്ട് ഓർമ്മയിലൊക്കെ ഉണ്ടാവാം. എന്താണ് സാധനം എന്നല്ലേ? ബാ, ഇതാണ് ആ മുതൽ. ഈ മുതലിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ വീഡിയോ ഒന്ന് കാണണം. കണ്ടില്ലേ? ഈ വീഡിയോയിൽ കണ്ട അതേ പണികളൊക്കെ ഈ ചങ്ങാതി ചെയ്യോ ഇല്ലയോ എന്നാ നോക്കേണ്ടത്. തരക്കേടില്ലാത്ത വെയിറ്റ് ഒക്കെ ഉണ്ട്, ചിലപ്പോ ബോക്സിൻ്റെതായിരിക്കാം. ബാ പൊട്ടിച്ചോക്കാം. ബാ പൊന്നളിയാ, പെട്ടിക്കുള്ളിൽ വേറൊരു പെട്ടി. വാ മോനെ, ഫോൾഡിങ് വാഷിംഗ് മെഷീൻ. ബാ പൊട്ടിച്ചോ. ദിസ് ഈസ് പിങ്ക്. അയ്യടാ, ഇതുപോലുള്ളൊരു പിന്ന്. 12 വോൾട്ടിന്റെ ചാർജറാ കേട്ടോ. 12 വോൾട്ടിന്റെ ചാർജറാ. ഇത് എന്നിട്ട് അടപ്പാണ്. ഇതെന്തൊരു സാധനം? ഇത് ഫോൾഡബിൾ എന്നല്ല പറഞ്ഞേ. നമുക്ക് ഫോൾഡ് ചെയ്ത് നോക്കാം. അയ്യവാ, നോക്ക്, പവർ ബട്ടൺ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ തന്നേക്കുന്നത്. കണ്ടോ? പിന്നെ ഇത് ഈസി ആയിട്ട് നമുക്കിത് പൊക്കിയെടുക്കാം. അപ്പൊ ഇതിന്റെ ഈ മടങ്ങുന്ന പോർഷൻ കണ്ടോ? ഇവിടെ ഇത് റബ്ബറാണ് തന്നേക്കുന്നത്. ഈ ഭാഗം പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ കൈയും കാലും ഒക്കെ പ്ലാസ്റ്റിക് ആണ്. ഇവിടെ പ്ലാസ്റ്റിക് ആണ്. ഈ ഭാഗം മാത്രം റബ്ബറാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് അഴുക്കായ തുണികൾ വേണം. അതിനായിട്ട് നമ്മൾ അഴുക്കായ തുണി ഇവിടെ ഇല്ല. അഴുക്കാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇട്ട് നോക്കാൻ പോവാണ്. ഇത് വർക്ക് ആവുന്നുണ്ടോ, എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നോക്കണ്ടേ. ബാ, ഞാനൊരു ടീഷർട്ടും ഒരു ട്രൗസറും എടുത്തിട്ടുണ്ട്. ട്രൗസർ. അപ്പോൾ ഇതിപ്പോൾ കഴുകി വെച്ചേക്കുന്ന സാധനമാണ്. ഇതൊന്നും നമുക്ക് എന്തെങ്കിലും കുറച്ച് ചളിയാക്കണം. ചളിവിളി ഇത് നോക്കിക്കേടാ. എൻ്റെ പൊന്നേ, എൻ്റെ പുതിയ ടീഷർട്ട് മണ്ണിലാവാ പോകുന്നേ. അയ്യോ, ഇത്രയൊക്കെ മതി കേട്ടോ. ബാ, ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ആ മെഷീനെ കൊണ്ട് ഇതൊക്കെ ചളിയൊക്കെ പോകുന്നുണ്ടോ നോക്കണ്ടേ. ബാ, കമോൺ. ഇതിൽ എത്രത്തോളം വെള്ളം ഒഴിക്കാൻ പറ്റും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സർഫ് എക്സൽ. കമോൺ. നമ്മളെ ചങ്ങായിമാരെ മൊത്തം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 2 ടീഷർട്ടും ഒരു ട്രൗസറും. ഇത് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഹോൾഡ് ചെയ്ത് പിടിക്കാനോ വേണ്ട കേട്ടോ. 2 സെക്കൻഡ് നമ്മളിങ്ങനെ അതിങ്ങനെ പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഓണായി. കണ്ടോ? അതാ പണി തുടങ്ങി. കണ്ടോ? ഗായ്സ്, ഈ സാധനം കിടന്ന് തിരിയാണ്. ഉള്ളിൽ നിന്ന് കറങ്ങുന്നുണ്ട്, പക്ഷേ ഇത് മൊത്തത്തിൽ കറങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നത് വെയിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എൻ്റെ ഈ ടീഷർട്ട് ഒന്ന് ഇവിടുന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെയിറ്റ് എടുത്ത് മാറ്റിയപ്പോൾ നോക്ക്. ഇതിനകത്ത് 2-3 മോഡുണ്ട്. 3 മോഡുകളുണ്ട്. ഞാനിപ്പോൾ ആ സിംഗിൾ മോഡിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. അത് മതിയാ. നമുക്ക് വേണം ഒന്നുകൂടെ മോഡ് മാറ്റി വെക്കാം. ഇതിപ്പം വേറൊരു മോഡിലോട്ട് മാറി. ഇതെങ്ങനെ പരിപാടി എന്നുള്ളത് നോക്കട്ടെ. എൻ്റെ പൊന്നളിയാ, വെള്ളമൊക്കെ തെറിക്കുന്നടേ. നമ്മളെ ചാർജറിനുള്ളിലൊക്കെ വെള്ളം പോയി ഗായ്സ്. ഗായ്സ്, 2ാമത്തെ മോഡിലോട്ട് ഇട്ടപ്പോഴാണ് വെള്ളമൊക്കെ തെറിച്ചത്. ഇതേ നോക്ക്, അതാ വീണ്ടും വീണ്ടും വീണ്ടും. അയ്യോ 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 അയ്യോ, നല്ല കറങ്ങടേ ചെക്ക. ഗൈസ്, അടിച്ചു പോയിന്നുണ്ട് ഗൈസ്. വെള്ളമായപ്പോൾ അടിച്ചു പോയി. ഇല്ല, ചത്തിട്ടില്ല. നമ്മളൊരു 5 മിനിറ്റ് ഇതിനങ്ങനെ തന്നെ വെക്കാൻ പോവുകയാണ്. കാരണം ഇതിനകത്ത് നല്ല ചളി കയറിയിട്ടുണ്ട്. നമ്മൾ നല്ല ചളിയിൽ മുക്കിയിട്ടാണ് ഈ ഡ്രസ്സിന് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചേക്കാം. മെഷീന് പണിയെടുക്കട്ടെ. ഗായ്സ്, നമ്മളെ ചെക്കൻ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. കണ്ടോ? നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് കഴുകണം.
വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഞാൻ കഴുകാൻ വേണ്ടി പോവാം കേട്ടോ. വാവ്, അമേസിങ്. ഇതേ നോക്കിയാൽ നമ്മളിത് കഴുകി എടുത്തേക്കുന്നതാണ്. നമ്മളാക്കിയ ചളിയെല്ലാം പോയി കേട്ടോ. ദേ ഈ ബക്കറ്റ് കാണിച്ചു കൊടുക്കേടാ. ദേ ഫുൾ ചളി ഈ കവർ ബക്കറ്റിനകത്താണ് കിടക്കുന്നത്. ഗൈസ് ഫുൾ ചളി പോയിട്ടുണ്ട്. ഫുള്ള് ചളി പോയിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് ഞാൻ ഒന്നുകൂടെ നല്ല വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇതേ ഇതിൻ്റെ ഈ കച്ചറ വെള്ളം കഴുകി പോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സിമ്പിളാണ്. ഇതങ്ങ് തുറന്നു വിട്ടാൽ മതി. കണ്ടോ, ഗൈസ് വെള്ളം എടുത്തിട്ട് വരിക ഞാൻ. കണ്ടോ, ഇതിനകത്ത് വെള്ളം ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നു. ഇതേ നമുക്ക് ഈ ഒരു ടീഷർട്ടും കൂടെ കഴുകാനുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇതിനകത്തോട്ട് വെക്കുകയാണ്. കണ്ടോ, അതാ ഇത് വെള്ളം അധികം എടുത്തു കഴിഞ്ഞാൽ തെറിക്കാൻ സാധ്യതയുണ്ട്. മൂടി വെക്കുന്ന എപ്പോഴും സേഫ്റ്റി ആയിരിക്കും. ഇനി ഇവനും കൂടെ കഴുകി എടുക്കട്ടെ, ഒരു 5 മിനിറ്റ് ഇവനും കൂടെ കിടന്ന് കറങ്ങട്ടെ. 5 മിനിറ്റ് കറക്റ്റായിട്ട് ആ മോഡിനകത്ത് കറങ്ങുന്നുണ്ട്. കറക്റ്റ് 5 മിനിറ്റാണ്. 5 മിനിറ്റ് ആയപ്പോൾ ഇത് ഓഫായി. ബാക്കിയുള്ള മോഡുകളിലൊന്നും ഞാൻ ഇട്ട് നോക്കുന്നില്ല, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താ പരിപാടി എന്നുള്ളത്. കാരണം അതിനകത്ത് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. ഇതേ എൻ്റെ ടീഷർട്ട് ഞാൻ ചളിപുളിയാക്കി വെച്ച സാധനമുണ്ട്, ഫുള്ള് മണ്ണിലിട്ട് കുഴച്ചെടുത്തതെന്നാണ്. അത് എന്തായി എന്നൊന്നും അറിഞ്ഞൂടാ. നോക്കി ചളി പോയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. നോക്ക്, അവിടെ ഇവിടെയൊക്കെ ചളിയുണ്ട്. ഇവിടെയൊക്കെ ചളിയുണ്ട് ഗൈസ്. ഇതിനെ നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഇടുകയാണ്, കാരണം അത് ചളി പോവാതെ രക്ഷയില്ല. ഇതിനകത്ത് ഇട്ടിട്ട് തന്നെ ചളി പോക്കണം. അപ്പോൾ ഒരു തവണ നമ്മൾ നോക്കി, ആ ചളി പോയിട്ടില്ല. രണ്ടാമത്തെ തവണ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഓണായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, സംഭവം ഇപ്പോൾ ഓണാണ്. ഇനി 5 മിനിറ്റ് ആകുമ്പോൾ ഇത് ഓഫാവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വരാം. ഗൈസ് വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞു, പുള്ളിക്കാരൻ ഓഫായി. കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഓഫാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷർട്ടിൻ്റെ ഹാലെന്താണെന്ന് നോക്കട്ടെ. ഈ വൈറ്റ് ഭാഗം വരുന്ന ഭാഗത്താണ് ഞാൻ ചളി കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നത്. പോയല്ലടാ, പോയി കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ കുറച്ചുണ്ടായിരുന്നു ചളികൾ, ഇപ്പോൾ അതും പോയി കിട്ടി. പക്ഷേ ഇത് മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട്. നമുക്ക് കഴുകി നോക്കാം. ഇതിപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. വലിയ എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. പോയി മോനെ, അടിച്ചു പോയി ഗൈസ്, അടിച്ചു പോയി. സംഭവം പോയിട്ടുണ്ട്, അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് പിടിച്ചു പോയിട്ടുണ്ട് ചളി, ഇവിടെ കുറച്ച് പിടിച്ചു പോയിട്ടുണ്ട്. ഇത് നമുക്ക് മെഷീൻ കൊണ്ട് കൈ കൊണ്ട് പോകുമോ നോക്കാം. കൈ കൊണ്ട് പോയില്ല പിന്നെ മെഷീൻ കൊണ്ടും പോകില്ലല്ലോ. എൻ്റെ ടീഷർട്ട് പോയണ്ണാ, എൻ്റെ ടീഷർട്ട് അടിച്ചു പോയേ. അയ്യോ, ഇതേ നോക്കിയടാ, അത് പോകുന്നില്ലടാപ്പ. ഗായ്സ് ഇതെന്തോ കറ എന്തോ ആണ് കേട്ടോ, മണ്ണല്ല. ഷിറ്റ്, ഒന്ന് വെളിച്ചത്തോട്ട് വെച്ച് ഞാൻ കാണിച്ചു തരാം ഇത് പോയിട്ടുണ്ടോ ഇല്ലാന്നൊക്കെ. ഗായ്സ് ഇതേ കണ്ടോ. ഇനി നിങ്ങൾ പറ, അത് ടീഷർട്ട് ക്ലീൻ ആയിക്കണോ ഇല്ലയെന്ന്. എൻ്റെ അറിവിൽ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. നോക്ക്, ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ക്ലീൻ ചെയ്തതാണ്. ഇതൊന്നും ഞാൻ കഴുകിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കഴുകിയ പോലെ തന്നെ നേരത്തെ കഴുകി വെച്ചാണ്. ഇതിൻ്റെ കറ പോകുന്നതും സംഭവമൊക്കെ നമ്മുടെ ആ വാഷിംഗ് പൗഡറിനുള്ളതാണ് ആ ക്രെഡിറ്റ്. നമ്മളെ സർഫ് എക്സലാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഫുൾ പോയി. മെഷീൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇത് മൊത്തം പോയത്. അപ്പോൾ സംഭവം നല്ലതാണ്. ഞാൻ ഇതിന് കുറച്ച് സംഭവം കൊണ്ട് ഞാൻ കാണിച്ചു തരാം.
ഗായ്സ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ സാധാ വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ ഈ ഒരു പവർ ബട്ടൺ നമ്മളിങ്ങനെ 2 സെക്കൻഡ് നെക്കി കഴിഞ്ഞാൽ ഓണാകും. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡിലാണ് നിൽക്കുന്നത്. ഈ മോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്ക്. കണ്ടോ, ഇപ്പോൾ ഇങ്ങോട്ട് കറങ്ങി, പിന്നെ ഇപ്പോൾ സ്റ്റോപ്പായി, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് കറങ്ങും. ഇപ്പോൾ അതായത് നമ്മുടെ സാധാ നോർമൽ മെഷീൻ, വാഷിംഗ് മെഷീൻ കറങ്ങുന്ന അതേ സിസ്റ്റം. ഇനി നമുക്ക് ഇവിടെ മോഡ് മാറ്റാം. ഇവിടെ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ഇവിടേക്കായി. ഉണ്ടോ, ഇപ്പോൾ ഇവിടേക്കായില്ലേ. ഇനി ഇതെങ്ങനെ കറങ്ങുന്നു നോക്ക്. ഇപ്പോൾ സിംഗിളായിട്ട് കറങ്ങുന്നത് കണ്ടോ, അത് സ്പീഡ് കൂടി, നല്ല സ്പീഡ് കൂടി, സ്റ്റോപ്പായി, വീണ്ടും ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ നേരത്തേനേക്കാളും സ്പീഡുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു സ്പീഡ് കൂടുന്ന മോഡാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിനകത്താണ് കിടക്കുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് നോക്ക്. ഇത് സിംഗിളായിട്ട് ഒരു ഭാഗത്തോട്ട് മാത്രം പോകുന്നതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് സമയമായി കറങ്ങുന്ന ഇടത്തോട്ട്. കണ്ടോ, ഒരു സൈഡിലേക്ക് മാത്രമാണ് പോകുന്നത്. പിന്നെ ഇത് എനിക്ക് ഐഡിയയിൽ തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുന്നതല്ല, ടൂറൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഞാൻ ടീഷർട്ട് അലക്കിയത് നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഇപ്പോൾ കോട്ടയം, ഇടുക്കിയൊക്കെ ഒരുപാട് സ്ഥലത്ത് പോകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വർക്ക് സൈറ്റിലൊക്കെ നിൽക്കേണ്ടി വരും. നിൽക്കേണ്ട ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഒരു ഷർട്ടൊക്കെ അലക്കേണ്ടി വന്നാൽ നമുക്കിത് ഉണ്ടെങ്കിൽ നൈസായിട്ട് ഒരു ഷർട്ടൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് സിമ്പിളായിട്ട് അലക്കിയിട്ട് പോകാം. കാരണം നമ്മൾ ഇത്രയും ചളിയൊന്നും ആക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് പൊടി പിടിക്കുന്നല്ലോ. ആ പൊടിയൊക്കെ ഇളക്കി പോക്കാനൊക്കെ ഇവൻ ധാരാളമാണ് കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല, ഒക്കെ നല്ല, ഒന്നും എവിടെയും ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സുകൾ പുറത്തോട്ട് ചാടി കിടക്കുക ഒന്നുമില്ല. പിന്നെ നമുക്ക് വെള്ളം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇവൻ ഈസി ആയിട്ട് അങ്ങ് പോവും. അപ്പോൾ സംഭവം എനിക്ക് ഇവനെ പറ്റി പറയാനുള്ളത്,